തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്ന് ചന്ദനമരം മുറിച്ചതിൽ ദുരൂഹത. മരം മുറിച്ചു കടത്താനായിരുന്നു പദ്ധതി എന്ന സംശയം പ്രകടിപ്പിച്ച് അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ട്. റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ മാതൃഭൂമി ന്യൂസിന്. വിശദമായ അന്വേഷണം വേണമെന്നും അസിസ്റ്റന്റ് കമ്മീഷണറുടെ റിപ്പോർട്ടിലുണ്ട്. ഇക്കഴിഞ്ഞ 9-നാണ് തിരുവനന്തപുരം നന്ദൻകോട്ടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാന വളപ്പിലെ ചന്ദനമരം മുറിച്ചത്. ഏതാണ്ട് 50 വർഷം പഴക്കമുള്ള ചന്ദനമരമായിരുന്നു മുറിച്ചത്. വിവരമറിഞ്ഞ് മാതൃഭൂമി ന്യൂസ് അപ്പോൾ തന്നെ സ്ഥലത്തെത്തി ദൃശ്യങ്ങൾ എടുത്തിരുന്നു. അപ്പോൾ ആ മരം മുറിച്ച തൊഴിലാളികളുടെ കരാറുകാരൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്. മൈലാഞ്ചി എന്ന് പറഞ്ഞാണ് വെട്ടിയ പുള്ളി ഞാൻ വന്ന അവിടെ ഒരു മൈലാഞ്ചി എന്ന് വെട്ടിയിട്ട് അപ്പം അപ്പോഴും ഞാൻ ചന്ദനമാണെന്ന് അറിയുന്നില്ല. അപ്പം ഇപ്പോഴാണ് ഇതിൻ്റെ സീരിയസ് മനസ്സിലായത്. ഇനി കേസാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട്, മേഡം പറയുന്നുണ്ട് കേസാവും എന്ന് പറഞ്ഞു. നമ്മൾ പിന്നെ ഒരു പീസും ഇവിടുന്ന് കൊണ്ടുപോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. എന്നാൽ ഈ വാക്കുകൾ തെറ്റെന്നാണ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൈലാഞ്ചി എന്ന് തെറ്റിദ്ധരിച്ച് വെട്ടിമാറ്റിയതല്ല, ബോധപൂർവം ചന്ദനമരം മുറിച്ചു എന്നാണ് കണ്ടെത്തൽ. രാവിലെയാണ് ചന്ദനമരം മുറിച്ചത്. വൈകുന്നേരമാണ് ഇക്കാര്യം ഓവർസിയറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ശുചീകരണ പ്രവർത്തനത്തിലെത്തിയ തൊഴിലാളികളോട് ചോദിച്ചപ്പോൾ അടുത്ത പറമ്പിലുണ്ടെന്ന് അറിയിച്ചു. അവിടെ എത്തി പരിശോധിക്കുമ്പോൾ മരക്കൊമ്പുകളും തടിയും ഒളിപ്പിച്ച നിലയിലായിരുന്നു. അതെന്തിനെന്ന ചോദ്യമാണ് ഉയരുന്നത്. ഓവർസിയർ ഇക്കാര്യം മൊഴിയായും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, തിരിച്ചു കിട്ടിയ തടികൾ ചേർത്ത് വയ്ക്കുമ്പോൾ വ്യാസത്തിൽ വ്യത്യാസമുണ്ടെന്ന് മഹസറിലും വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് തടികളിൽ ചിലത് കാണാനില്ല എന്നാണ് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ തടിക്കഷ്ണങ്ങൾ അവിടെ നിന്ന് ആരെങ്കിലും ബോധപൂർവം കടത്തിക്കൊണ്ടു പോയിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കപ്പെടേണ്ടത്. പാഴ്മരം വെട്ടുന്നത് പോലെയല്ല ചന്ദനമരം മുറിച്ചിരിക്കുന്നതെന്നും അസിസ്റ്റന്റ് കമ്മീഷണർ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നു. ആദ്യം ചില്ലകളൊക്കെ കോതി മാറ്റിയ ശേഷം തടിക്കഷ്ണങ്ങളായി മുറിച്ചെടുക്കുകയായിരുന്നു. ഇത് പാഴ്മരം മുറിക്കുന്ന ശൈലിയല്ല. എല്ലാം പരിശോധിക്കുമ്പോൾ അത് ചന്ദനമരം എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ മുറിച്ചുവെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും അസിസ്റ്റന്റ് കമ്മീഷണർ ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വനംവകുപ്പിനെ കാര്യങ്ങൾ അറിയിച്ചിട്ടും ഇതുവരെ പരിശോധനയ്ക്ക് എത്തിയിട്ടില്ല. പോലീസും വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.